മണിപ്പൂരിലെ സംഘർഷം നമ്മൾ നിരവധിയായി ചർച്ച ചെയ്യുന്നു. എന്താണ് മണിപ്പൂരിൽ സംഭവിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ മണിപ്പൂരിൽ സംഘർഷാവസ്ഥ സാധൂകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു തരത്തിലുള്ള പരിശ്രമങ്ങളും ഇതുവരെ നടത്തുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കാത്തത് എന്നുള്ളത് ചിന്തിക്കണം. അല്ലെങ്കിലും അക്രമകാരികളായവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരുകൾ രംഗത്ത് വന്നാൽ ആ അക്രമം രൂക്ഷമാകുകയും രണ്ട് വിഭാഗക്കാരും തമ്മിലുള്ള വലിയൊരു യുദ്ധം തന്നെ രാജ്യത്തുണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഗുജറാത്ത് കലാപമെല്ലാം നമ്മൾ കണ്ടതുമാണ്. ഒരു പരിധിവരെ മോദി സർക്കാരിന്റെ വിജയത്തിന് കാരണം ഗുജറാത്ത് കലാപമാണെന്നുള്ളൊരു വാർത്തകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്തിരുന്നു. ഇത്തരത്തിൽ കലാപങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷവും നിരവധിയായി ആളുകൾ ഇത്തരത്തിൽ സർക്കാരിനെ വളർത്തിയെടുക്കുമ്പോൾ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട്. മണിപ്പൂർ അതിനൊരു ഉദാഹരണമാണ്. മണിപ്പൂരിലെ കുക്കി മേദി വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു, നിരവധി സ്വത്തുക്കൾ ഇല്ലാതായി, നിരവധി സ്ത്രീകൾ മാനഭംഗത്തിനിരയായി, നിരവധി കുട്ടികൾ ഇല്ലാതായി, പഠനം നിർത്തലാക്കി, കൃഷികളില്ലാതായി, വാണിജ്യ വ്യവസ്ഥ ഇല്ലാതായി. ഇത്രയേറെ രൂക്ഷമായ പ്രശ്നം അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തത് എന്നുള്ളത് ചിന്തിക്കണ്ടേ? എന്തുകൊണ്ടായിരിക്കാം അവിടുത്തെ ഒരു ന്യൂനപക്ഷ ജാതിക്കാർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന സർക്കാർ ഭരണങ്ങൾ ഏൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ന്യൂനപക്ഷ വിഭാഗങ്ങളെ പറ്റി നമ്മൾ നിരവധിയായി ഇന്ത്യയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏത് സമുദായമാണെങ്കിലും, ഏത് ജാതിയാണെങ്കിലും, ഏത് മതമാണെങ്കിലും അവർക്കെല്ലാം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇപ്പോൾ നിരവധി ആളുകൾ കഷ്ടതകളും ക്രൂരതയും അനുഭവിക്കുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അവർ ഇത്തരത്തിലുള്ള വർഗീയത ഇവിടെ വളർത്തിയെടുക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ കുക്കി വംശജരെ CRPF സംഘം വെടിവെച്ചു കൊന്നു. നിരവധി ആളുകളെയാണ് അത്തരത്തിൽ വെടിവെച്ചു കൊന്നത്. ഒരു പരിധിവരെ എന്തിനാണ് വെടിവെച്ചു കൊന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിനെ തുടർന്നാണ് CRPF സംഘം ഇവരെ വെടിവെച്ചു കൊന്നത്. ഈ അക്രമമൊക്കെ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആദ്യം മേദി വിഭാഗക്കാർ കുക്കി വംശജരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ തിരിച്ച് ആക്രമിക്കാനാണ് അവർ ശ്രമിച്ചത്. ആദ്യമെല്ലാം അവർ ക്ഷമിച്ചിരുന്നു. ഈ ഒരു അക്രമത്തിന് തടസ്സമിടാൻ, ഇല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു തരത്തിലുള്ള നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് അവർ പ്രത്യാക്രമണം തുടങ്ങി. ആ പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. CRPF സംഘത്തെ ആക്രമിച്ചതിനെ തുടർന്നാണ് കുക്കി വംശജരെ ഇപ്പോൾ വെടിവെക്കുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും 3000-ലധികം പേരെ മരണത്തിന് ഇരയാക്കുകയും ചെയ്ത ഈ കലാപം ഇനിയും ഒരു അറുതിയില്ലാതെ സംഭവിച്ചിട്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ രൂക്ഷമായ പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകാം എന്നാലോചിക്കണം. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായാൽ പോലും കേന്ദ്രഭരണം മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? രാജ്യത്ത് ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എന്തെങ്കിലും നടപടി നമ്മുടെ സർക്കാർ ഇനിയെങ്കിലും ചെയ്യുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.